PSC നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൻ്റെ രണ്ടാമത് വിജ്ഞാപനം മാർച്ച് 7-ന് PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. KAS നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. പ്രാഥമിക പരീക്ഷ എന്നാണെന്നും മുഖ്യ പരീക്ഷ എന്നായിരിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൻ്റെ രണ്ടാമത്തെ വിജ്ഞാപനം മാർച്ച് 7-നായിരിക്കും PSC സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. പ്രാഥമിക പരീക്ഷ ജൂൺ 14-നായിരിക്കും. അത് വിജയിക്കുന്നവർക്കുള്ള മുഖ്യ പരീക്ഷ ഒക്ടോബർ 17-18 തീയതികളിൽ നടക്കുന്നതാണ്. 2026 ജനുവരിയിൽ അഭിമുഖം നടത്തി ഫെബ്രുവരി 16-ന് പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. പരീക്ഷാക്രമം ഉൾപ്പെടെ വിശദമായ വിജ്ഞാപനമാണ് മാർച്ച് 7-ന് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കും. KAS ആദ്യം തിരഞ്ഞെടുത്ത സിലബസ് തന്നെയായിരിക്കും പ്രാഥമിക പരീക്ഷയ്ക്കും മുഖ്യ പരീക്ഷയ്ക്കും ഉപയോഗിക്കുന്നത്. പ്രാഥമിക പരീക്ഷ ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളായിട്ടാണ് നടത്തുന്നത്. ജൂൺ 14-ന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യ പരീക്ഷയ്ക്ക് 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകളായിരിക്കും ഉണ്ടാകുക. മുഖ്യ പരീക്ഷ നിശ്ചിത മാർക്ക് വാങ്ങി വിജയിക്കുന്നവർക്ക് അഭിമുഖത്തിന് ക്ഷണിക്കുന്നതാണ്. അഭിമുഖം 50 മാർക്കിനായിരിക്കും. മുഖ്യ പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും മാർക്ക് കണക്കാക്കിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. പ്രാഥമിക പരീക്ഷയിലും മുഖ്യ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തിനോടൊപ്പം മലയാളവും തമിഴ്, കന്നഡ എന്നീ ഭാഷകളും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരമെഴുതാം. 3 കാറ്റഗറിയിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. ബിരുദമാണ് അപേക്ഷിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത. 3 കാറ്റഗറിയിലായിട്ടുള്ളതായിരിക്കും വിജ്ഞാപനം. കാറ്റഗറി നമ്പർ 1 നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 21 മുതൽ 32 വരെ. കാറ്റഗറി നമ്പർ 2 സംസ്ഥാന സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രൊബഷൻ പൂർത്തിയാക്കിയ അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായ ജീവനക്കാരിൽ നിന്നായിരിക്കും നിയമനം. പ്രായപരിധി 21 മുതൽ 40 വരെ. കാറ്റഗറി 3 KAS വിശേഷാൽ ചട്ടം ഷെഡ്യൂളിൽ 1-ൽ പരാമർശിച്ചിരിക്കുന്ന സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികകളിലോ അതിന് മുകളിലോ ജോലി ചെയ്യുന്നവരോ, ഷെഡ്യൂളിൽ 1-ൽ പരാമർശിച്ചിരിക്കുന്ന പൊതു കാറ്റഗറിയിലോ തത്തുല്യ തസ്തികകളിലോ ജോലി ചെയ്യുന്നവരോ ആയവർക്കുള്ള നിയമനം. പ്രായം 50 കഴിയാൻ പാടില്ല.